guys, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ Career Talksൽ നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന കുട്ടിയെ പരിചയപ്പെടുത്താം. ഹായ് ഹായ്, എന്താണ് പേര്? അപ്പം എനിവേ വെൽക്കം ടു Career Talks with Avodha. സോ നമുക്കറിയേണ്ട കാര്യം എങ്ങനെയാണ് അവോധയിലേക്ക് വന്നത്, ഇപ്പൊ എന്ത് ചെയ്യാണ്, അവോധയുടെ കൂടെയുള്ള ജേർണി എങ്ങനെയുണ്ടായിരുന്നു എന്നതാണ്. ഓക്കെ, അപ്പം ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാനിപ്പോ അവോധയുടെ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് TJ ടെക്നോളജീസ്. ഓക്കെ, ഫൈൻ ഫൈൻ. ഇതാണ് ഒന്നുകൂടി പറയാം. TJ ടെക്നോളജീസ് അവോധയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടി. അപ്പൊ 2 മാസം ആകാൻ പോകും. അപ്പൊ അവിടെ 2 മാസമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഇവിടെ പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അതെ? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഫ്രം അവർ ഓൾ ഫാമിലി. സോ ഓക്കെ, അപ്പം എങ്ങനെയാണ് അവോധയിലേക്ക് വന്നേ, എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞേ? ആക്ച്വലി അവോധയില് ഫസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഇതാണ് കണ്ടത്, പോസ്റ്റ് കണ്ടിരുന്നു. അപ്പൊ പോസ്റ്റ് കണ്ടപ്പോ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടുള്ളൂ. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി, ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് കണ്ടു. അപ്പൊ ഞാൻ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവിടെ ഏബിൾ സാർ എന്ന് പറഞ്ഞ സാറ് സംസാരിച്ചു. അപ്പോഴാണ് സാർ കുറെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ആ ഒരു ടോക്കിൽ തന്നെ കൺവിൻസ്ഡ്. ഏബിൾ സാർ സാറിങ്ങനെ സംസാരിച്ചപ്പോ ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയിരുന്നു ആ ഒരു ടോക്കില്. അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്യാണ് ചെയ്തത്. സാർ പറഞ്ഞപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു. പിന്നെ 6 മാസം കോഴ്സ് ആയിരുന്നു, പക്ഷെ 3 മാസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റി. അപ്പോ കഴിഞ്ഞ ഉടനെ തന്നെ അത് ഇങ്ങനെ ഇന്റർവ്യൂ കോൾ വന്നു, അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഐ തിങ്ക് ഏബിൾ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ AGM ആണ്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ ഇപ്പം അവോധയിൽ വന്നു. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്? ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു. പിന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരുന്നു. എത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ലൈവ് സെഷൻസ് എടുക്കാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരാറുണ്ട്. അപ്പൊ ഈ മോന്റെ ഒരു ഇതില് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ എന്താണോ അത് നമ്മളൊരു ഡിജിറ്റലി അത് മാർക്കറ്റ് ചെയ്യണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ഇതിന് മുമ്പിലായിരിക്കും. ആർക്കിപ്പോ ഒരു ഡോർ ടു ഡോർ ഡെലിവറി സർവീസ് പോലെ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ സ്മാർട്ട് ഫോണിൽ കൂടെ നമ്മൾക്ക് ഒരു ആഡ് കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുള്ളിൽ കയറുന്നു. സോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു എന്താ പറയാ, ഒരു പ്ലേസ് ഭയങ്കര ഹൈ ആണ്. നമ്മളിപ്പോ എന്താ പറയാ, ഒരു ആഡ് ആണെങ്കിൽ ഇപ്പൊ ചിലവർക്ക് ആഡ് കാണുന്ന സമയത്ത് അവർക്ക് ഒരു ആഡ് അല്ലേ ചിലപ്പോ സ്കിപ്പ് ചെയ്ത് കളയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ കയറാൻ നോക്കും. അപ്പൊ ആ കയറുന്ന ആ ടാക്ടിക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഒരു കൊടുക്കേണ്ടത്, ആ ഒരു കസ്റ്റമറിന് എന്താണ് ബെനിഫിറ്റ് ആവുന്നത് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റമറിന് എന്താണ് ബെനിഫിറ്റ് ആവുന്നതെന്നാണ് നമ്മൾ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും അവോധയിലെ സിലബസിൽ എന്തൊക്കെയാ പഠിപ്പിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ? അത് അപ്പൊ പല പല ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമുക്ക് ഉണ്ടായിരുന്ന വെബ്സൈറ്റ് ഡിസൈനിങ് ആയിരുന്നു, വേർഡ് പ്രസിന്റെ ഇതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പല പല ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, FB ആഡ്സ്, അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ടൈം ഇടയ്ക്കിടയ്ക്ക് അസൈൻമെന്റും അതൊക്കെ ഉണ്ടായിരുന്നു, ക്വിസ് അസൈൻമെന്റ് ചെയ്യല്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ ഒരു പഠിപ്പിച്ച ടോപ്പിക്കിന് ശേഷമുള്ള ക്വിസ് വരുന്നതും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ഒരു ട്രിക്കി ക്വസ്റ്റൻ ആയിരിക്കും, സിലബസിൽ ചിലപ്പോൾ നോട്ടായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു അതുപോലെ കിട്ടി. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പരമാവധി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഇപ്പൊ തന്നെ ഒരു 3-4 പേര് എന്റെ റെഫറിൽ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ
ഓക്കെ ഫൈൻ ഫൈൻ ഗുഡ് ഗുഡ്. അപ്പൊ നമ്മുടെ അവോധയുടെ ക്ലാസ്സസ് പറഞ്ഞു പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ലൈക്ക് എക്സാംസ് കൊടുക്കാറുണ്ട്. സോ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? കാരണം എനിക്കറിയാം എക്സാംസ് എന്ത് എന്ന്, പക്ഷെ അത് ഒന്ന് പറഞ്ഞത് എങ്ങനെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ. അപ്പൊ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്വിസുകളായിരുന്നു. അപ്പൊ ചിലതിപ്പോ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ആ ഒരു ഇതിലായിരിക്കും. ഇപ്പൊ 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഇപ്പൊ ചിലപ്പോ ചില കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആൻസർ, ചിലപ്പോൾ ആൻസർ തെറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ആ കറക്റ്റ് അതിൽ ഇന്നത്തെ ഓപ്ഷൻ ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഷഫിൾ ചെയ്തുകൊണ്ട് വരും ക്വസ്റ്റ്യൻ. അപ്പൊ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി അതിന്റെ ഒരു കറക്റ്റ് ഇത് മനസ്സിലായാൽ മാത്രമേ നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു എന്താ പറയാ ഒരു ഉടായ്പ കളിക്കാൻ പറ്റില്ല. ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും, കാരണം ഓപ്ഷൻസ് ചേഞ്ച് ആവും, ക്വസ്റ്റ്യൻസിന്റെ ആ നമ്പർ മാറും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ട് അങ്ങനെ നോക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ. നമുക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഒരു ഇതിൻ്റെതായിരുന്നു. പിന്നെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ള രീതി. അപ്പൊ അതിനനുസരിച്ചുള്ളപ്പോ പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഫുൾ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. പഠിച്ച ടോപ്പിക് കറക്റ്റ് ആയിട്ട് എക്സാം അത് ക്ലിയർ ആയാൽ മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടുള്ള ആക്സസ് തരുന്നുള്ളൂ. ഓക്കെ ഫൈൻ 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 മനസ്സിലായി മനസ്സിലായി. സോ അങ്ങനെയാണ് ഈവൻ ക്ലാസ്സസിന്റെ ഒരു നേച്ചർ. സോ ക്ലാസ് എത്ര നാൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു? 3 months ക്ലാസ്? അത് 3 months ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി. ഓക്കെ ഫൈൻ. ഈ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഇന്റേൺഷിപ്പിലേക്കുള്ള ഒരു ജേർണി ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാമോ? ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്റേൺഷിപ്പിന്റെ ഫോമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ തന്നെ ഒരു ജസ്റ്റ് കോള് വന്നു. ബോധ്യം തന്നെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ കോള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിനിങ് പോലെ. ഇന്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളൊരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കമ്പനിയിൽ നിന്ന് കോള് വന്നു, അവർ വിളിച്ചു. പിന്നെ അത് ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇപ്പൊ TGയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രസന്റേഷൻ കാണിക്കാൻ പറഞ്ഞു. പ്രസന്റേഷൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു CEO ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവർ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 weeks ടൈമിനുള്ളിൽ തന്നെ അവർ എടുത്തു. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. സോ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തന്നെയാണ്. അവർക്ക് പല പല പ്രൊഡക്ട്സ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ തന്നെ ഒരു CRM ആണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനിയുടെ കുറെ പ്രൊഡക്ട്സ് CRMന്റെ മാർക്കറ്റിംഗ് അതിപ്പോ കംപ്ലീറ്റ്ലി നോക്കുന്നുണ്ട് ഞാൻ. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ പല കണ്ടന്റ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യിക്കുന്നുണ്ട് അവർ. അപ്പോ ഇപ്പൊ വെബ്സൈറ്റിന്റെ ഡിസൈനിങ് ഇല്ല, അതിന് ഡെവലപ്പർ ചെയ്യുന്നുണ്ട്. പക്ഷെ വെബ്സൈറ്റിലോട്ടുള്ള കണ്ടന്റ്, സോഷ്യൽ മീഡിയയിലോട്ടുള്ള കണ്ടന്റ് അതിന് ആഡ് ചെയ്യുന്നത് എല്ലാം ഇപ്പൊ നമുക്ക് ചെയ്യുന്നത്. അപ്പം അവോധയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞല്ലോ, അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞ ഇപ്പൊ അവോധ ചൂസ് ചെയ്യാൻ പെട്ടെന്നുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു FBയിലെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോ ഒരു ജോബിലോട്ട് കയറുന്ന സമയത്ത് 2800 കൊടുക്കാം, പിന്നെ ബാക്കിയുള്ള ജോലിയോട് കയറി കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പേയ്മെന്റ് നടത്തിയാൽ മതി എന്നുള്ളത്. അപ്പൊ അതില് സത്യം പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂസിംഗ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. പക്ഷെ സാറായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആക്ച്വലി ഫുള്ളി കൺവിൻസ്ഡ് ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതൊരു ഹാഫ് ആൻ അവർ ടോക്ക് ഉണ്ടായിരുന്നു സാറിന്റെ, കംപ്ലീറ്റ് കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. അപ്പൊ തന്നെ കൺവിൻസ്ഡ് ആവുക ചെയ്തു. അപ്പം ഈ ഇന്റേൺഷിപ്പിലെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ അതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഓരോ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരാറുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള രീതിക്ക് വരുമ്പോൾ ചെറിയ ഡിഫറൻസ്, പക്ഷെ ബേസ് കാര്യങ്ങളും എല്ലാം ഇത് തന്നെയാണ്. അപ്പം അബോധയിലേക്ക് വരുന്ന ഒരു ഫസ്റ്റ് ഒരു സ്റ്റുഡന്റിനോട്, അല്ലെങ്കിൽ അബോധ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിനോട് എന്താണ് പറയാനുള്ളത് അബോധയെ പറ്റിയിട്ട്? അവർക്ക് എന്താ പറയാ, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാരണത്തിൽ 3 പേരോടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരാളെ ടാലിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരാളോടെ പഠിച്ചിട്ട് ഞാൻ ജോബിന് അവിടെ കയറിയിട്ടുണ്ട്. അതൊരു അവർക്കൊരു എക്സാമ്പിൾ ആണ്. ഇത്ര ദിവസത്തിനുള്ളിൽ കോഴ്സ് കഴിഞ്ഞു ജോയിൻ ചെയ്തു. അപ്പൊ അവർക്ക്
അവര് ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് മുമ്പിലുള്ളതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കും ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കോഴ്സ് വളരെ സിമ്പിൾ ആണ്, ഒരു ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആണ് എല്ലാം. അതുകൊണ്ട് അവർക്ക് പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർക്കൊരു കൺവിൻസിങ് ആവുമല്ലോ. അതാണ് കൂടുതലും അവർക്ക് ഇത് തോന്നിയിട്ടുള്ളത് ജോയിൻ ചെയ്യാനായിട്ട്. നമ്മളൊരു ടോക്കിൽ അവർക്ക് തോന്നാണ് ഓക്കെ ഇത് കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ജോയിൻ ചെയ്യും. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ അവോധയ്ക്ക് എത്ര റേറ്റിംഗ്സ് തരും 10 അല്ലെങ്കിൽ 5? എന്തായാലും 10 out of 10 കൊടുക്കും. Oh, fine. Thank you so much. So, Avodhile vannathinum, Avodhi choose cheythinum, Avodhile open nirthinum, thank you so much. And all the very best. Thank you so much. Bye. Thank you.